തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു ഭാവം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷണം കഴിക്കുന്നു എന്ന വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ അടങ്ങിയിട്ടുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും ഈ വാചകം ക്രിസ്തുവിനെതിരെ ഒരു കുറ്റപത്രമായിട്ടാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതായിരുന്നു സുവിശേഷത്തിന്റെ കാതൽ എന്ന് വിശുദ്ധ ലൂക്കോസ് അടയാളപ്പെടുത്തുകയാണ്. പാപികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ഒരു കേവല സാമൂഹിക പ്രവൃത്തിയല്ല, മറിച്ച് ദൈവരാജ്യത്തിന്റെ സ്വഭാവം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവശാസ്ത്രപരമായ പ്രവൃത്തിയാണ്. ഇതിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാമത് ഒരു ചിന്ത, ഇത് പങ്കാളിത്തത്തിന്റെ ഒരു പുതിയ പാഠം നമുക്ക് നൽകുകയാണ്. ദ ലെസൺ ഓഫ് ടേബിൾ ഫെലോഷിപ്പ്. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളില് യഹൂദ പശ്ചാത്തലത്തിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുക എന്ന്, അല്ലെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് വെറും ഒരു ആഹാര സൽക്കാരം മാത്രമായിരുന്നില്ല. അത് ഒരു കവനന്റ് അഥവാ ഒരു ഉടമ്പടിയുടെ അടയാളമായിരുന്നു. ആ കാലഘട്ടത്തിലെ മത നേതൃത്വം കരുതിയിരുന്നത് വിശുദ്ധിയുള്ളവർ പാപികളുമായി എപ്പോഴും അകലം പാലിക്കണമെന്നാണ്. അവർ വിശുദ്ധിക്കൊരു അതിർവരമ്പ് നിശ്ചയിച്ചിരുന്നു. പാപികളോടൊപ്പം ഇരിക്കുന്നത് അശുദ്ധിയായി അവർ കാണുകയും ചെയ്തു. എന്നാൽ യേശു തന്റെ വിപരീതമായ ഒരു സമീപനത്തിലൂടെ ഈ അതിർവരമ്പുകളെയൊക്കെ തകർക്കുകയാണ്. ഓർക്കുക, ക്രിസ്തുവിന്റെ മേശപങ്കിടിയിൽ പാപത്തെ അംഗീകരിക്കലല്ല, മറിച്ച് പാപിയെ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ക്ഷണിക്കലാണ്. ഇതാണ് ഇൻകാർണേഷണൽ മിനിസ്ട്രി അഥവാ മനുഷ്യാവതാര നിയോഗം തന്നെ. പാപിയുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു രക്ഷാപ്രവൃത്തി. ഇവിടെ പിതാവാം ദൈവത്തിന്റെ സ്നേഹപൂർണത പുത്രൻ തമ്പുരാനിലൂടെ നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം സാധിക്കും. രണ്ടാമതായി, പാപിയെ കൈക്കൊള്ളുക എന്ന ഒരു ചിന്തയാണ്. റിസപ്ഷൻ ഓഫ് ദ സിന്നർ. ഇവൻ പാപികളെ കൈക്കൊള്ളുന്നു എന്ന പ്രയോഗം തന്നെ ശ്രദ്ധേയമാണ്. ഗ്രീക്ക് മൂലഭാഷയിൽ ഇതിന് മറ്റൊരർത്ഥവും കൂടെയുണ്ട്. അതിഥിയായി സ്വീകരിക്കുക എന്നാണ്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തി തന്റെ അതിഥിയായി സ്വീകരിക്കുക എന്നത് ദൈവത്തിന്റെ പ്രകൃതമാണ്. വേണമെങ്കിൽ ദൈവത്തിന്റെ ഒരു ഗ്രഹാതുരത്വം എന്ന് വിശേഷിപ്പിക്കാം. കാരണം വിശുദ്ധ ലൂക്കോസ് 15-ാം അധ്യായം നാം കാണാതെ പോയ ആട്, നഷ്ടപ്പെട്ട നാണയം, ധൂർത്തപുത്രൻ, ഇവയെല്ലാം പറയുന്നത് നഷ്ടങ്ങളെ തിരികെ കൈക്കൊള്ളുന്നതിനെ കുറിച്ചാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനെ പുറന്തള്ളുന്നതിന് പകരം അവനെ തിരികെ കൊണ്ടുവരാൻ ദൈവം തന്നെ മുൻകൈയെടുക്കുന്നു. മാനസാന്തരത്തിന് മുൻപേ ദൈവത്തിന്റെ സ്നേഹം പാപിയിലേക്ക് എത്തുന്നു എന്നതാണ് ഇതിലെ വലിയ അത്ഭുതം. പാപം വിട്ട് തിരികെ വരുന്നുണ്ടോ എന്നോർത്ത് സ്നേഹാർദ്ര മിഴികളുമായി നിൽക്കുന്ന ഒരാളെ നമുക്കിവിടെ കാണാം. മൂന്നാമതായി, ഇവിടെ ഒരു രാജകീയ വിരുന്നിന്റെ നിഴൽ കൂടി കാണാൻ സാധിക്കും. യേശു പാപികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന രാജ്യത്തിന്റെ വിരുന്നിന്റെ, മെസ്സിയാനിക് ബാങ്കറ്റിന്റെ ഒരു പ്രതീകമാണ്. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. അനുദപിച്ച് കടന്നു വരുന്നവർക്ക് മേൽത്തരമായ അങ്കി ലഭിക്കും. ഒരു പാപിയായ മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനായി ജീവിക്കേണ്ടി വരുമ്പോൾ ക്രിസ്തു അവനിലെ മനുഷ്യനെ കണ്ടെത്തി അവനെ പുതുവസ്ത്രം ധരിപ്പിച്ച് തന്റെ പന്തിയിൽ ഇരുത്തുന്നതിലൂടെ അവന് ദൈവമക്കളുടെ അന്തസ്സ് തിരികെ നൽകുകയാണ്. ഭക്ഷണം എന്നത് ജീവന്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു. യേശു അവരുടെ ഭൗതികമായ അവസ്ഥയെയും ആത്മീയമായ ശൂന്യതയും ഒരുപോലെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ശരീരവും ആത്മാവും ഒരുപോലെ വിരുന്നിൽ പ്രവേശിക്കുന്നു. പ്രായോഗിക തലത്തിൽ നോക്കുമ്പോൾ സഭയ്ക്കൊരു വെല്ലുവിളി കൂടിയാണ് ഈ ചിന്തകൾ. പരീശന്മാരുടെ അതേ മനോഭാവം ഇന്നും സഭയിലോ സമൂഹത്തിലോ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം.
നമ്മുടെ വൃത്തത്തിന് പുറത്ത് നാം നിർത്തിയിട്ടുള്ളവരുമായിട്ടുള്ള അതിർവരമ്പുകൾ മായ്ക്കണം. ക്രിസ്തുവിനെ പോലെ പാപിയെ സ്നേഹത്തോടെ കൈക്കൊള്ളുവാനും അവരോടൊപ്പം ഇരിക്കുവാനുമുള്ള കൈക്കൊള്ളലിന്റെ ഒരു സംസ്കാരം നാം രൂപപ്പെടുത്തണം. സഭ എന്നത് കേവലം വിശുദ്ധരുടെ ഒരു ക്ലബ്ബല്ല, മറിച്ച് പാപികൾക്ക് യേശുവിനോടൊപ്പം ഇരിക്കാൻ ലഭിക്കുന്ന ഒരു വേദി കൂടിയാണ്. ദൈവം അനുഗ്രഹിക്കുന്നത് ബലികളല്ല, കരുണയാണ്. യേശു പാപികളോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നത് പാപികൾക്ക് ലഭിച്ച വലിയൊരു സന്ദേശമാണ്. അവർക്ക് ഇനിയും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം, കാരണം ദൈവം അവരെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. ഒപ്പം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് നമ്മൾ കാണിക്കേണ്ട സമീപനത്തെക്കുറിച്ച് നാമും ബോധവാന്മാരാവേണ്ടതുണ്ട്. വചനം ആഴങ്ങളിൽ പ്രവർത്തിച്ച് രൂപാന്തരം പ്രാപിക്കാൻ പ്രാർത്ഥിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.